ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കടുകും ജീരകവും ഇട്ട് കൊടുത്ത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ഒന്ന് ചെവന്നെടുക്കാം. നമുക്ക് ഇതുപോലെ ഒന്ന് നല്ലതായിട്ട് ഒന്ന് ചെവന്ന് കിട്ടണം. അതിനുശേഷം ചെറുതരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയെ കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നല്ലതായിട്ട് ചെവന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല, കണ്ണാടി പരുവായാൽ മതി. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള 2 പച്ചമുളകാണ്, അത് കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യാനുസരണമാണ് ഇടേണ്ടത്. ഇത്രയും ആകുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവൊക്കെ നിങ്ങൾ ആവശ്യാനുസരണമാണ്. ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു ശകലം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി പൊടികളെല്ലാം പച്ചമണം മാറുന്നതിന് നമുക്ക് വറുത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളിക്ക് അടിച്ച് വെച്ചിട്ടുണ്ട്, അതിനെ കൂടി ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ഒഴിച്ചു കൊടുത്ത് തക്കാളിക്കേരെ പച്ചമണം മാറുന്നേരം നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് മിക്സിയുടെ ജാർ എഴുതിയ വെള്ളമാണ്, അത് തക്കാളിക്ക് അടിച്ചിട്ടുള്ളതാണ്. അതിനെ കൂടി ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി നോക്കി നമുക്ക് ഇതിനെ ഒന്ന് നല്ലതുപോലെ അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഒരു ശകലം തേങ്ങയാണ്, അതുകൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് 2 മുട്ടയാണ് വേവിച്ച് വെച്ചിട്ടുണ്ട്, പുഴുങ്ങി വെച്ചിട്ടതാണ്. അതിനെ കൂടി 2ആയിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കമത്തി തന്നെ വെച്ച് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകും. ഇതിൻ്റെ ഗ്രേവിയൊക്കെ മുട്ടയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് വറ്റിച്ചെടുക്കാം. ഇതിൽ വറ്റി വരുമ്പോഴേക്കും നമുക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു മുട്ടക്കറിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.